അപ്പോൾ നമ്മളിപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇനി ഫർദറായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അതിന് നമ്മൾ സ്ലൈഡിലേക്ക് പോകണം. സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പാരറ്റോ ഓപ്റ്റിമാലിറ്റി? ഓപ്റ്റിമൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാക്സിമം എന്നുള്ളതാണ്. പാരറ്റോ ഓപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം സോഷ്യൽ വെൽഫെയർ. അതാണ് പാരറ്റോ ഓപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത്, മാക്സിമം സോഷ്യൽ വെൽഫെയർ. അപ്പോൾ ഇത് പാരറ്റോ ഓപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ ആരുടേതാണെന്ന് നമുക്കറിയാം, വിൽഫ്രെഡോ പാരറ്റോയുടേതാണ്. സോ the analysis of welfare economics is built around the concept of Pareto efficiency. Pareto efficiency എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്ത് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. വെൽഫെയർ എക്കണോമിക്സിന്റെ അനാലിസിസ് ഓൺ വെൽഫെയർ എക്കണോമിക്സ്. വെൽഫെയർ എക്കണോമിക്സിന്റെ വിശകലനം പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ചേർന്നിരിക്കുന്നു. അല്ലെങ്കിൽ പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ മാത്രമാണ് നമുക്ക് വെൽഫെയർ എക്കണോമിക്സെ അനലൈസ് ചെയ്യാൻ സാധിക്കുക. സോ ദിസ് പാരറ്റോ എഫിഷ്യൻസി ക്രൈറ്റീരിയൻ വാസ് ഡെവലപ്ഡ് ബൈ വിൽഫ്രെഡോ പാരറ്റോ in his book Manual of Political Economy in the year 1906. See, ഈ പാരറ്റോ ഓപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയൻ നമ്മളത് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് 3 സംഗതികൾ മനസ്സിലാക്കണം, 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. പാരറ്റോ വെൽഫെയർ ക്രൈറ്റീരിയനിൽ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇംപ്രൂവ്മെന്റ് ഇൻ വെൽഫെയർ. നിലവിലത്തെ സാഹചര്യത്തിൽ നിന്നും, നിലവിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ്, വെൽഫെയറിന്റെ ഒരു അവസ്ഥയുണ്ട് അല്ലെ. സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേജ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. നിലവിൽ എന്താണോ വെൽഫെയർ സ്റ്റേറ്റ്, നിലവിൽ എന്താണോ വെൽഫെയറിന്റെ എന്താ പറയുക, പിന്നീട് നിലവിലത്തെ അവസ്ഥ എന്താണോ, നിലവിലത്തെ ഇപ്പൊ എന്റെ ക്ഷേമത്തിന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേമത്തിന്റെ അവസ്ഥ എന്താണ്, അതിൽ നിന്നും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നുവെങ്കിൽ അതാണ് ഇംപ്രൂവ്മെന്റ് ഇൻ വെൽഫെയർ. ഇപ്പൊ നിങ്ങൾക്ക് നിലവിൽ കാറില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു കാറ് എത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുകയാണ്. സോ ദാറ്റ് നിലവിലത്തെ അവസ്ഥയിൽ നിന്നും നിങ്ങൾ എന്തിലേക്ക് പോവുകയാണ്, ഒരു ഇംപ്രൂവ്മെന്റിലേക്ക് പോവുകയാണ്. സോ അപ്പോൾ ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇംപ്രൂവ്മെന്റ് ഇൻ വെൽഫെയർ. ഓക്കെ, രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതായത് ഇംപ്രൂവ്മെന്റ് ഇൻ വെൽഫെയറിന് നമ്മൾ എന്താ പറയുക, പാരറ്റോ ഇംപ്രൂവ്മെന്റ് എന്നാണ് പറയുക, പാരറ്റോ ഇംപ്രൂവ്മെന്റ്. ഇനി മറ്റൊന്ന് പാരറ്റോ എഫിഷ്യൻസി. എന്താണ് പാരറ്റോ എഫിഷ്യൻസി? പാരറ്റോ എഫിഷ്യൻസി അഥവാ പാരറ്റോ ഓപ്റ്റിമാലിറ്റി എന്ന് പറയും. പാരറ്റോ ഓപ്റ്റിമാലിറ്റി, പാരറ്റോ എഫിഷ്യൻസി അഥവാ പാരറ്റോ ഓപ്റ്റിമാലിറ്റി. മറ്റൊന്ന് പാരറ്റോ ഇൻഎഫിഷ്യൻസി, പാരറ്റോ ഇൻഎഫിഷ്യൻസി. കിട്ടിയോ? അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്, പാരറ്റോ ഇംപ്രൂവ്മെന്റ്, പാരറ്റോ ഇംപ്രൂവ്മെന്റ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ പാരറ്റോ എഫിഷ്യൻസി അഥവാ പാരറ്റോ ഓപ്റ്റിമാലിറ്റി, അതായത് മാക്സിമം സോഷ്യൽ വെൽഫെയർ. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്, പാരറ്റോ ഇൻഎഫിഷ്യൻസി. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രത്തിന്റെ സഹായത്താലാണ് നമുക്കിതൊക്കെ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ഇംപ്രൂവ്മെന്റ് ഇൻ വെൽഫെയർ. ഓക്കെ, ഇംപ്രൂവ്മെന്റ് ഇൻ വെൽഫെയർ. സി, ഈ എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രം കണ്ടല്ലോ. ഈ എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രത്തിൽ നമുക്കറിയാം എന്താ, ഇവിടെ നിന്നും അങ്ങോട്ട് പോകും തോറും വലത് ഭാഗത്ത് ഉയരത്തിലോട്ട് പോകും തോറും ഇൻഡിവിജ്വൽ ഒന്നാമത്തെ ഇൻഡിവിജ്വലിന്റെ വെൽഫെയർ വർദ്ധിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഇൻഡിഫറൻസ് കർവ്സ് അല്ലെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും ആ പച്ച ഇൻഡിഫറൻസ് കർവ്സ് കണ്ടല്ലോ അല്ലെ. അപ്പോ ഒന്നാമത്തെ ഇൻഡിഫറൻസ് കർവ് ഇതാണ്, രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് അതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഇൻഡിഫറൻസ് കർവ് ആദ്യത്തെ 2 ഇൻഡിഫറൻസ് കർവ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. നാലാമത്തെ ഇൻഡിഫറൻസ് കർവ് കണ്ടല്ലോ പച്ച, അതാണ് ഹയസ്റ്റ്. നിലവില് 4 ഇൻഡിഫറൻസ് കർവ്സ് ഉണ്ട് ഇൻഡിവിജ്വൽ 1നെ സംബന്ധിച്ച്. അപ്പൊ ഇൻഡിവിജ്വൽ 1നെ സംബന്ധിച്ച് മാക്സിമം സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് അദ്ദേഹം ഏത് ഇൻഡിഫറൻസ് കർവ് അറ്റൈൻ ചെയ്യുമ്പോഴാണ്, അവസാനത്തെ അതായത് 4ാമത്തെ ഹയസ്റ്റ് പോയിന്റിലുള്ള ഇൻഡിഫറൻസ് കർവ് അറ്റൈൻ ചെയ്യുമ്പോഴാണ്. ഇതേമാതിരി നേരെ തിരിച്ച്
രണ്ടാമത്തെ ഇൻഡിവിജ്വലിന്റെ ഇൻഡിഫറൻസ് കർവ്സ് നോക്കാം. അത് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് പോവുക. അത് ചുവപ്പ് വരെയാണ്. 1, 2, 3, 4. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് മാക്സിമം സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലിറ്റി, മാക്സിമം സാറ്റിസ്ഫാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹയസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇതാണ്ട് ഇത് നാലാമതായിട്ട് കിടക്കുന്ന ചുവന്ന ഇൻഡിഫറൻസ് കർവ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ ഈ ഒരു ഇത് അറ്റൈൻ ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുക. ഈ ഇൻഡിഫറൻസ് കർവ് അറ്റൈൻ ചെയ്യാനാണ് ആഗ്രഹിക്കുക. ഇൻഡിവിജ്വൽ 1 ആണെങ്കിലോ ഈ ഇൻഡിഫറൻസ് കർവ് അറ്റൈൻ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു സമൂഹത്തില് റിസോഴ്സ് ഈ 2 വ്യക്തികൾക്കായിട്ട് അലോട്ട് ചെയ്യപ്പെടുകയാണ്. ഈ 2 വ്യക്തികളെ ഉള്ളൂ, ഇൻഡിവിജ്വൽ 1ഉം ഇൻഡിവിജ്വൽ ബിയും. അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരാള് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അറ്റൈൻ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ വെൽഫെയർ അവിടെ കുറയുകയാണ്. ഇൻഡിവിജ്വൽ 2ന്റെ വെൽഫെയർ കുറയുകയാണ്. ഇനി ഇൻഡിവിജ്വൽ 2 കൂടുതൽ വെൽഫെയർ അറ്റൈൻ ചെയ്യാൻ നോക്കും തോറും, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, കൂടുതൽ യൂട്ടിലിറ്റി ഗെയിൻ ചെയ്യാൻ നോക്കും തോറും ഇൻഡിവിജ്വൽ 1ന്റെ ഗെയിൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്കിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? പാരറ്റോ ഇംപ്രൂവ്മെന്റ്. വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ പോയിന്റ് സി. ഇവിടെ പോയിന്റ് സി കണ്ടല്ലോ. സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 2 തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുമ്പോൾ അതൊരു ഇംപ്രൂവ്മെന്റ് ആണ്, ഇംപ്രൂവ്മെന്റ് ഇൻ വെൽഫെയർ ആണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുമ്പോഴും അതും ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ അനലൈസ് പോയിന്റ് എ ഷിഫ്റ്റ് of point C, a shift from point C to point D. Okay, let us analyze. Point C യിൽ നിന്നും point D യിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് പോയിന്റ് സി ഒന്ന് പരിശോധിക്കാം. പോയിന്റ് സിയിൽ നിൽക്കുമ്പോൾ ഇൻഡിവിജ്വൽ 1ന്റെ ഒന്നാമത്തെ ഇൻഡിവിജ്വലിന്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഈ പച്ച ഇൻഡിഫറൻസ് കർവ് ആണ്. ഇനി രണ്ടാമത്തെ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചുള്ള ഇൻഡിഫറൻസ് കർവ് ഏതാണ്? അദ്ദേഹം ഈ ഇൻഡിഫറൻസ് കർവിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി ഈ പോയിന്റ് സിയിൽ നിന്നും പോയിന്റ് ഡിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പോയിന്റ് സിയിൽ നിന്നും പോയിന്റ് ഡിയിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള രണ്ടാമത്തെ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് എന്താണ്? അദ്ദേഹം സെയിം ഇൻഡിഫറൻസ് കർവിലാണ്. സോ ദാറ്റ് മീൻസ് അദ്ദേഹത്തെ സംബന്ധിച്ച് വെൽഫെയർ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. മനസ്സിലായോ? അതായത് പോയിന്റ് സിയിൽ നിന്നും പോയിന്റ് ഡിയിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സെയിം ഇൻഡിഫറൻസ് കർവ് ആണ്. അതാണ്ട് ഈ ചുവന്ന ഇൻഡിഫറൻസ് കർവ് ആണ്. ഇൻഡിവിജ്വൽ 2നെ സംബന്ധിച്ച് സെയിം ഇൻഡിഫറൻസ് കർവ് ആണ്. അപ്പൊ അതായത് ഇൻഡിഫറൻസ് കർവിന്റെ ഒരു പോയിന്റിൽ നിന്നും അതേ ഇൻഡിഫറൻസ് കർവിൽ മറ്റൊരു പോയിന്റിലേക്ക് എത്തി എന്നേ ഉള്ളൂ. ഒരേ ഇൻഡിഫറൻസ് കർവിലൂടെ തന്നെയാണ്. പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പോയിന്റ് ഡിയിലേക്ക് എത്തിയപ്പോൾ ഇൻഡിവിജ്വൽ 2നെ സംബന്ധിച്ച് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വെൽഫെയറിന്റെ കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ വെൽഫെയറിന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാരണം എന്താണ്? അദ്ദേഹം സെയിം ഇൻഡിഫറൻസ് കർവിലാണ്. ഈ പോയിന്റ് സിയും പോയിന്റ് ഡിയും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സെയിം ആയിട്ടുള്ള ഒരേ ഇൻഡിഫറൻസ് കർവിലാണ്. പക്ഷേ ഇൻഡിവിജ്വൽ 1നെ സംബന്ധിച്ച് എന്താ സംഭവിച്ചത്? ഇൻഡിവിജ്വൽ 1നെ സംബന്ധിച്ച് നേരത്തെ പോയിന്റ് സിയിലായിരുന്നപ്പോൾ അദ്ദേഹം ഈ ഇൻഡിഫറൻസ് കർവിലായിരുന്നു. ഇപ്പോൾ നോക്കൂ, സിയിൽ നിന്ന് ഡിയിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഏത് ഇൻഡിഫറൻസ് കർവിലാണ്? ഈ പച്ച ഇൻഡിഫറൻസ് കർവിലാണ്, ഇൻഡിവിജ്വൽ എ. അപ്പൊ ഇൻഡിവിജ്വൽ എ ഒരു പടി കൂടി മുന്നോട്ട് പോയി, അദ്ദേഹത്തിന്റെ വെൽഫെയർ വർദ്ധിച്ചു. ഇൻഡിവിജ്വൽ 2ന്റെ വെൽഫെയർ കുറഞ്ഞിട്ടുമില്ല. അപ്പൊ ഒരാളുടെ വെൽഫെയർ കൂടുകയും മറ്റൊരാളുടെ വെൽഫെയർ കുറയാതിരിക്കുകയും ചെയ്താൽ അതൊരു ഇംപ്രൂവ്മെന്റ് അല്ലയോ? ആണോ അല്ലയോ? അതൊരു ഇംപ്രൂവ്മെന്റ് ആണ്. മനസ്സിലാക്കുക, അതൊരു ഇംപ്രൂവ്മെന്റ് ആണ്. ഓക്കെ. സോ ഫ്രം പോയിന്റ് സി ടു പോയിന്റ് ഡി
that individual one would increase its utility, individual one would increase its utility or his utility, since a further indifference curve, he is moving to a further indifference curve, okay, while individual 2 he will remain with the same utility. That means he would remain on the same indifference curve, so that there is no change in the welfare as far as individual 2 is concerned. And as far as individual 1 is concerned, he can improve his welfare. His welfare has improved. Individual 1 സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വെൽഫെയർ ഇംപ്രൂവ്ഡ് ആയി. ഇൻഡിവിജ്വൽ 2 സംബന്ധിച്ച് ഒരു കുറവും വന്നിട്ടില്ല. അതൊരു ഇംപ്രൂവ്മെന്റ് ഇൻ വെൽഫെയർ ആണ്. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ, മൊത്തത്തിൽ സോഷ്യൽ വെൽഫെയർ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത് വീണ്ടും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ ഒന്ന് പരിശോധിക്കാം. അപ്പോ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇൻഡിവിജ്വൽ 1 സംബന്ധിച്ച് എന്താണ്? ഇൻഡിവിജ്വൽ 1 സംബന്ധിച്ച് സെയിം ഇൻഡിഫറൻസ് കർവിലാണ്. സി ആയാലും ഇ ആയാലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽ 1 സംബന്ധിച്ച് സെയിം ഇൻഡിഫറൻസ് കർവ് ആണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്താണ്? വെൽഫെയറിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ 2 സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത്? ഇൻഡിവിജ്വൽ 2 നേരത്തെ സി എന്ന് പറയുന്ന പോയിന്റിലായിരുന്നപ്പോൾ ഇൻഡിവിജ്വൽ 2 സംബന്ധിച്ചതാണ്ട് ഈ ചുവന്ന ഇൻഡിഫറൻസ് കർവ് ആയിരുന്നു. ഇപ്പോഴാകട്ടെ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഇൻഡിവിജ്വൽ 2 സംബന്ധിച്ച് ഏത് ഇൻഡിഫറൻസ് കർവിലായി? അദ്ദേഹം കുറച്ചുകൂടെ ഉയർന്ന ഇൻഡിഫറൻസ് കർവ്, അതാണ്ട് ഈ ഒരു ചുവന്ന ഇൻഡിഫറൻസ് കർവിലേക്ക് എത്തി. അപ്പൊ അതായത് അദ്ദേഹത്തിന്റെ വെൽഫെയർ വർദ്ധിച്ചു. മനസ്സിലായോ? എന്നാൽ ഇൻഡിവിജ്വൽ 1 വെൽഫെയർ കുറഞ്ഞിട്ടുമില്ല. അപ്പൊ മറ്റൊരു വ്യക്തിയുടെ വെൽഫെയർ വർദ്ധിക്കുകയും എന്നാൽ ഈ വ്യക്തിയുടെ വെൽഫെയർ കുറയാതിരിക്കുകയും ചെയ്താൽ അത് ഇംപ്രൂവ്മെന്റ് ഇൻ വെൽഫെയർ അല്ലേ? ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ വെൻ there is a shift in the point from C to E, individual 1 would maintain his utility, the same utility, and individual 2, the utility of individual 2 increases. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും ഇൻഡിവിജ്വൽ 2 വെൽഫെയർ അല്ലെങ്കിൽ യൂട്ടിലിറ്റി വർദ്ധിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എ ചേഞ്ച് ഫ്രം സിറ്റുവേഷൻ സി ടു ഡി ഓർ സിറ്റുവേഷൻ സി ടു ഇ is a Pareto improvement. So what is Pareto improvement? It is a situation at which at least one individual is better off without making other individuals worse off. ഏതെങ്കിലും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന യൂട്ടിലിറ്റി ലഭിക്കുകയും എന്നാൽ അതുമൂലം മറ്റൊരു വ്യക്തിക്ക് യാതൊരു നഷ്ടവും യൂട്ടിലിറ്റിയിൽ സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ that is improvement in welfare. That is known as Pareto improvement. കിട്ടിയോ? Okay.